നിങ്ങളെല്ലാവരോടും സോറി ഫോർ ദ ഡിലേ. കുറച്ച് ദിവസമായിട്ട് വ്ളോഗിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. സംഭവം നമ്മളെ പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് അതേപോലെ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഹൗസ് കൺസ്ട്രക്ഷൻ്റെ ചെറിയ ചെറിയ സീൻസും ഗ്ലിംസും അതേപോലെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഫർണിച്ചർ ഷോപ്പിംഗ് അതേപോലെ കുറച്ച് ഇൻറ്റീരിയർ ഡെക്കോറിൻ്റെ സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയത്, അതേപോലെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, അതൊക്കെയാണ് കാര്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയിലെ മയൂരി ഫർണിച്ചേഴ്സ് നമ്മളെ നാട്ടിലെ വ്യൂവേഴ്സിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സുവർണ അവസരത്തിൻ്റെ പറ്റിയാണ് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ എൻഡ് വരെ കാണാൻ മറക്കരുത്. So once again, hello everyone and welcome back to my channel. ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തൊരു പ്രോപ്പർ വ്ളോഗ് മുംബൈ ടു കേരള ആയിരുന്നു. അപ്പോൾ കോഴിക്കോട് എയർപോർട്ട് എത്തിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നേരെ കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ വന്ന്, ഇത് പെരിന്തൽമണ്ണ മാനത്തുമംഗലം എന്ന് പറയും സ്ഥലം. പിന്നെ നമ്മളിത് ബ്രാൻഡ് ബിൽഡേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തിരിക്കും. അവരെയാണ് ഏൽപ്പിച്ച് പോയിരുന്നത്. 2 years മുന്നേ ജസ്റ്റ് ഒരു ലാൻഡ് ആയിരുന്നു. പിന്നെ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇനിയും പ്രൊജക്ട്സ് വരുന്നുണ്ട്. കൊറോണ ആയിട്ട് ശരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വെക്കേഷൻ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് 8 months ഒരു പ്രൊജക്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ കൊറോണ ആയിട്ട് ഡിലേ ആയി, അതേപോലെ ഞങ്ങൾക്കും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വർഷം എന്തായാലും ഈ പണി തീർത്ത് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയിരുന്നു. ഇത് ശരിക്കും നമ്മളൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് ഏൽപ്പിച്ചിരുന്നത്. ലാൻഡ് രജിസ്റ്റർ ചെയ്ത ശേഷം അവരാണ് ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കീ തരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പയ്യെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ പോയി ഒന്ന് നനയ്ക്കാനോ അതേപോലെ കൺസ്ട്രക്ഷൻ വർക്ക് ഒന്ന് ചെക്ക് ചെയ്യണ ആവശ്യം വരുന്നില്ല. അവരാണ് കാര്യമായിട്ട് എല്ലാം നോക്കുന്നത്. ഞാൻ എത്തുന്നവരെ ഒരുവിധം ഫ്ലോറിങ് പണിയൊക്കെ കഴിഞ്ഞിരുന്നു. ജസ്റ്റ് കുറച്ച് പെയിൻറ്റിങ് അതേപോലെ ഇൻറ്റീരിയർ വർക്ക്സ് ആയിരുന്നു പെൻഡിങ് ഉള്ളത്. ഫ്ലോറിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ടൈൽസ് തിരയാനായിട്ടൊന്നും വലിയ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ വെട്രിഫൈഡ് ടൈൽസ് ആയിരുന്നു അവർ ഓൾറെഡി അവരുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ കാര്യമായിട്ട് ഇപ്പോൾ വന്നത് കിച്ചണിൽ വരുന്ന ടൈൽസ്. കിച്ചൺ നമ്മൾ ഫുള്ളി നമ്മുടെ ഒരു ഐഡിയയിൽ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ കിച്ചൺ, വാഷ് ബേസിൻ അതേപോലെ ഏതാണ് ടാപ്സ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, അതൊക്കെ നോക്കാൻ ഞങ്ങൾ പെരിന്തൽമണ്ണ ABC മൈ ഹോമിലാണ് വന്നത്. ഫ്ലോറിങ്ങിന് വേണ്ടി ഗ്രാനൈറ്റ്, മാർബിൾ അഥവാ ടൈൽസ് ആണെങ്കിലും ഇത്രത്തോളം ഓപ്ഷൻസ് ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കയറിയാൽ നമ്മൾ പറ്റ കൺഫ്യൂസായി പോകും. പക്ഷേ അവർ സ്റ്റാഫ് നമ്മളെ കറക്റ്റായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, അതായത് ഞങ്ങൾ ബിൽഡർ സജസ്റ്റ് ചെയ്തത് നാനോ വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോയത്. അതേപോലെ ഏറ്റവും വലിയ ടാസ്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ അതേപോലെ അതിൻ്റെ മൈക്ക, അതിൻ്റെ ഗ്രെയിൻസ് സെലക്ട് ചെയ്യലായിരുന്നു. അത് വുഡൻ വേണോ എങ്ങനെ വേണമെന്നായിരുന്നു. കിച്ചൻ്റെ ഒരു 3D ഞങ്ങൾ എഞ്ചിനീയർ വരച്ച് വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷൻ ഏകദേശം എൻ്റെ തലയിലൊരു ധാരണ ഉണ്ടായിരുന്നു. അതേപോലെ അൽഹംദുലില്ലാഹ് കിട്ടി. സോ സാറ്റിസ്ഫൈഡ്. അതേപോലെ നന്ദിലത്തിൽ നല്ലൊരു ഓണം ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ആ വഴി ഞങ്ങൾ കുറച്ച് അപ്ലയൻസസ് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ വാങ്ങി. പെരിന്തൽമണ്ണയിൽ വേറൊരു അടിപൊളി ഷോറൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇൻഹോമാണ്. ഇൻഹോമിൽ കേർട്ടൻസ് എനിക്ക് ഭയങ്കര പറ്റി. അവരെ ഡിസൈൻസും അതേപോലെ അവർ കാണിച്ച കാറ്റലോഗും ആ ക്ലോത്ത്സും പെർഫെക്റ്റ് ആയിരുന്നു നമ്മളൊരു കോൺസെപ്റ്റിന്. അതേപോലെ സോഫ ഞങ്ങൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെടുത്തത്. ഞങ്ങളുടെ ബിൽഡർ, അതായത് ഞങ്ങൾ എൻജിനീയർ, ഞങ്ങൾ ഓരോ സ്റ്റെപ്പിന് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കേർട്ടൻസ് എങ്ങനെ വേണ്ട, കളേഴ്സ് റൂമിൻ്റെ എങ്ങനെ വേണ്ട, എല്ലാത്തിലും. ഞങ്ങൾക്ക് എവിടെയാണ് ഫർണിച്ചേഴ്സ് ഞങ്ങളുടെ കോസ്റ്റ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഓക്കെ ആയി തോന്നുന്നത്. അങ്ങനെ കുറേ ഷോപ്സ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഓരോ സാധനം അങ്ങനെയാണ് എടുത്തത്. പിന്നെ ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ഞങ്ങളൊരു കണ്ടംപററി സ്റ്റൈൽ ഹൗസിന് മാച്ച് ആവുന്ന രീതിയിലാണ് വേണ്ടതിന്. അതിന് ഞങ്ങൾക്ക് പെർഫെക്റ്റ് ഷോപ്പ് തോന്നിയത് മയൂരിയിലാണ്.
കാരണം മയൂരിയിലായിരുന്നു പെർഫെക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ ഡൈനിങ് ടേബിൾ. അതേപോലെ മിക്സിയും അങ്ങനെ കുറച്ച് സാധനങ്ങളും വാഷിംഗ് മെഷീനൊക്കെ ഞങ്ങൾ മയൂരിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇറ്റ് വാസ് എ വെരി ബിസി സ്കെഡ്യൂൾ. വളരെ ഹെക്ടിക് സ്കെഡ്യൂളായിരുന്നു. ഞങ്ങൾക്ക് ചില ടൈമിൽ ടയേർഡ് ഫീൽ ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ വർക്ക് അതേ ടൈമിൽ അവർ നടത്തി തരുമ്പോൾ നമ്മളതേപോലെ നമ്മുടെ പാട്ടിലുള്ള വർക്ക്സ് പെട്ടെന്ന് തീർക്കാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കോഴിക്കോടൊക്കെ പോയി. കോഴിക്കോട് പോയിട്ട് കുറച്ച് ഹോം ഡെക്കോറുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ, കാർപ്പറ്റ്സ്, റഗ്സ്, അതേപോലെ വർക്കിംഗ് പീപ്പിൾസ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയും കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് വരവ്. അപ്പോൾ അതേപോലെ കോഴിക്കോട് വന്നപ്പോൾ ചെറിയ ഒരു ഫീലൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഇൻസ്റ്റൈൽ ക്രിയേഷൻസ്ക്കാണ് എത്തിപ്പെട്ടത്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഷോപ്പായിരുന്നു. ഒരു ഹോം ഡെക്കോറിന് ഒരു കണ്ടംപററി സ്റ്റൈലാണെങ്കിലും ഇപ്പോൾ റോയൽ ടച്ച് ആണെങ്കിലും എല്ലാ വെറൈറ്റീസ് അവരുടെ അടുത്ത് അവൈലബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം സാധനങ്ങൾ ഞങ്ങൾക്ക് അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചൊക്കെ ഞാൻ ഗൾഫിൽ നിന്ന് തന്നെ, ദുബായിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്തതുകൊണ്ട് വല്ലാതെ ഞങ്ങൾക്ക് ഡെക്കോർ സാധനങ്ങൾ ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ കാര്യമായിട്ട് കാർപ്പറ്റ് നോക്കാനാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് ഞങ്ങൾ കാർപ്പറ്റ്സും റഗ്സും നോക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും ഷിപ്പിംഗ് കാർഗോ പേ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് അവരുടെ അടുത്തുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് ഓഫർ സെക്ഷനും അവർക്കുണ്ടായിരുന്നു. ഓഫർ സെക്ഷനിൽ വരുന്നതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള കാർപ്പറ്റ്സ് ആയതുകൊണ്ട് നമുക്കതൊന്നും വല്ലാതെ എടുക്കാൻ പറ്റിയില്ല. ഫൈനലി ഞങ്ങൾ ഹോം ഡെക്കോറിന് പറ്റിയൊരു കാർപ്പറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഡൈനിങ് ഏരിയയിൽ വരുന്ന കാർപ്പറ്റാണ്. ഇപ്പോൾ 6 സീറ്റർ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ വരുന്ന കാർപ്പറ്റാണ്. അവസാനം അത് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഷോപ്പിംഗ് തിരക്കിൻ്റെ ഇടയിൽ ആദം വാസ് ക്വൈറ്റ് എൻജോയിങ് ദിസ് പീരിയഡ്. കുറച്ച് ടയർഡൊക്കെ നമ്മളാവും, എന്നാലും എൻജോയ് ചെയ്തിരുന്നു. ദുബായിലെ ഹോം ബോക്സ്, പാൻ എമിറേറ്റ്സ്, അതേപോലെ ഹോം സെൻറ്ററിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ വാൾ പീസസും വാൾ ആർട്ട്സൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. എനിക്കതിൻ്റെ വലിയ ആവശ്യം വന്നിട്ടില്ല, കാരണം ഓൾറെഡി വി ഹാഡ് പർച്ചേസ് സം. അങ്ങനെ ഞങ്ങളുടെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഹൈലൈറ്റ് മോളിലേക്കാണ്. ഹൈലൈറ്റ് മോളിൽ നെസ്റ്റോയിൽ ചെറിയൊരു റാൻഡം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതും കൂടി തീർത്ത് വീട്ടിൽ തിരിച്ചു പോകാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മസ്റ്റ് സേ, നമ്മുടെ കോഴിക്കോടിൽ നെസ്റ്റോ കണ്ടിട്ട് ദുബായിലെത്തിയ ഫീൽ ചെയ്തു. ആദ്യം എന്ത് പറഞ്ഞിട്ടും വിശ്വസിച്ചിരുന്നില്ല. പാർക്കിംഗ്, അതേപോലെ നെസ്റ്റോയുടെ ബിൽഡിംഗ്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മൊത്തത്തിൽ കണ്ടിട്ട് ആദ്യം തോന്നിയത് നമ്മൾ ദുബായിലെത്തിയെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഡോമാറ്റ്സ്, അതേപോലെ ബെഡിൻ്റെ അവിടെ വരുന്ന റഗ്സ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളും, പിന്നെ മോട്ടർ വെസൽ, ഇതൊക്കെയാണ് ഞങ്ങൾ കാര്യമായിട്ട് വാങ്ങിയത്. പിന്നെ ക്ലോത്തിങ് റാക്ക്, അങ്ങനത്തെ സംഭവങ്ങളാണ് എടുക്കാൻ നിന്നീന്. മഴ അത്യാവശ്യം നല്ലോണം പെയ്യുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് മാത്രം കുറച്ച് ഹൈറ്റിലാണ്, കുന്നത്ത് എന്ന് പറയും ഇത്, മാനത്തമംഗലം, പെരിന്തൽമണ്ണ. അപ്പോൾ കുറച്ച് പെട്ടെന്ന് മഴ പെയ്യുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ വർക്ക്സിന് ചെറിയൊരു ഡിലേ വരുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളെ എല്ലാ പണിക്കാരെയും ഞാൻ വളരെ വളരെ താങ്ക്സ് പറയും. കാരണം രാവും പകലും ഇല്ലാതെയാണ് അവർ നമ്മളെ വീട്ടുപണി തീർക്കാൻ ഫുൾ എഫേർട്സ് ഇട്ടത്. ഇതാണ് നമ്മൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന് വേണ്ടി വന്ന നാനോ വൈറ്റ്. കുറേ മഴയും കുറേ വെയിലും കൊണ്ടിട്ടാണ് ഞങ്ങൾ നടന്നത്. പക്ഷേ ബൈക്ക് എന്നുള്ള ഓപ്ഷനാണ് ഞങ്ങൾ എന്നും ചൂസ് ചെയ്യുക. കാരണം അത് എത്തിപ്പെടാനും സുഖമാണ്, അതേപോലെ ഒരു കൺജസ്റ്റഡ് ഫീലില്ലല്ലോ. പിന്നെ ആദമിനും എനിക്കും ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. പെരിന്തൽമണ്ണ പിന്നെ അത്യാവശ്യം നമ്മുടെ ക്രൗഡഡ് സിറ്റി ആയതുകൊണ്ട് ബ്ലോക്കിൽ എന്നും പെടും എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് ബൈക്ക് റൈഡ്സ് ഓപ്റ്റ് ചെയ്യുന്നത്.
അടുത്ത ടാസ്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് വീട്ടിൽ വരുന്ന ലൈറ്റ്സാണ്. ഓരോ ലൈറ്റ്സാണ് ഞങ്ങൾ പേഴ്സണലി ചൂസ് ചെയ്തത്. ഇത്രയും ലൈറ്റ്സ് കാണുമ്പോൾ ഒരു സെൽഫി മാൻഡേറ്ററി അല്ലേ? അങ്ങനെ കുറേ സാനിറ്ററി വെയർ, കുറേ ഫർണിച്ചർ ഷോറൂംസ്, കുറേ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അതിലൊന്നായിരുന്നു KMT സാനിറ്ററി വെയർസ്. അവിടെ പോയി കുറച്ച് ടൈൽസ്, അതേപോലെ നമ്മൾ മുന്നേ പോയ കടയിൽ കുറച്ച് സംഭവങ്ങൾ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ നിന്നായിരുന്നു കൂടുതൽ നമ്മുടെ വീട്ടിലത്തെ ഫ്ലോറിങ് അങ്ങനത്തെ സംഭവങ്ങൾ പർച്ചേസ് ചെയ്തത്. നമ്മളെ മോഡുലർ കിച്ചണിൽ വരുന്ന വാഷ് ഏരിയയ്ക്ക് വേണ്ടി നമുക്ക് ഒരു പെർഫെക്റ്റ് ടാപ്പാണ് വേണ്ടി, അതിനു വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അങ്ങനെ ആ പർച്ചേസും കഴിഞ്ഞു. അങ്ങനെ കുറേ പർച്ചേസിൻ്റെ വീഡിയോസ് ഇനി കിടക്കുന്നുണ്ട്. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ചെറിയ ഗ്ലിംസാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയാണ് ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ വ്യൂവേഴ്സ്, പെരിന്തൽമണ്ണയിലെ വ്യൂവേഴ്സിന് വേണ്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ, ഇലക്ട്രോണിക്, ഹോം അപ്ലയൻസസ് ശൃംഖലയായ മയൂരിയുടെ 38ാം വാർഷികം ആഘോഷിച്ചു. 3ാം വാർഷികം ആഘോഷിക്കുന്ന പെരിന്തൽമണ്ണ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ആഘോഷിച്ച അവരുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ലേലം വിളി, അതേപോലെ കുറച്ച് കുക്കറി ഷോ ആണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. ഈ വരുന്ന 5-ാം തീയതി, ഒക്ടോബർ 5-ാം തീയതി 1:30 മണി മുതൽ 6 മണി വരെ അവിടെ പലവിധം പ്രൊഡക്ട്സിൽ വളരെ ചെറിയ പൈസക്ക് ഓപ്ഷൻ ലേലം വിളി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ്. പ്രത്യേകിച്ച് വീട് വിൽക്കാൻ പോകുന്നവർക്ക് ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ആഘോഷത്തിൻ്റെ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഓഫറുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ വീട് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. എൻ്റെ വീട് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിൽ ഏതൊരു കസ്റ്റമർക്കും തൻ്റെ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കയ്യിലുള്ള ക്യാഷ് അതെത്രയാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ കൊടുത്തിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. 6 മാസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. ഫർണിച്ചറാണ് ഈ രീതിയിൽ ഈ കസ്റ്റമേഴ്സിന് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ ഇലക്ട്രോണിക്സിലും ഹോം അപ്ലയൻസസിലും എല്ലാം തന്നെ കസ്റ്റമേഴ്സിന് ധാരാളം ഓഫറുകൾ. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ആ ഷോ അറ്റൻഡ് ചെയ്തു. ഇനി വരുന്ന 5-ാം തീയതി നിങ്ങൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. ഇത് അന്ന് ജസ്റ്റ് അവർ ഓൺ ദ സ്പോട്ട് ഓവനിൽ ബേക്ക് ചെയ്ത കേക്ക്, ക്യാരറ്റ് ബീറ്റ്റൂട്ട് കേക്കായിരുന്നു. ആദമിനെ കൊണ്ട് അവരത് കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും ആഘോഷിച്ചു. അവരുടെ 30th ആനിവേഴ്സറി മയൂരി ഫർണിച്ചേഴ്സ്, ഇത് പെരിന്തൽമണ്ണ ഷോറൂമിൻ്റെ 3rd ആനിവേഴ്സറി കൂടെ ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വരാൻ മറക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരോടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ soon. Till then, thank you. Bye bye.